എക്സാൻവേ ലേണിംഗിലെ 10ാം ക്ലാസ്സിലെ സെഹ്റ യാസ്മിനാണ് എൻ്റെ കൂടെ ഉള്ളത്. സെഹ്റ ഈ കഴിഞ്ഞ കോഴിക്കോട് റീജിയൻ NSMC എക്സാമിനേഷനിൽ സ്റ്റേജ് 1 എക്സാമിനേഷനിൽ 2ാം സ്ഥാനം നേടി. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഈസി ആയിരുന്നു. ഈസി ആയതുകൊണ്ട് തന്നെയാണല്ലോ സമ്മാനം നേടിയത് അല്ലേ? അപ്പോൾ 500 കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ റീജിയൻസിലും ഈ NSMC എക്സാം എഴുതുന്നുണ്ട്, സ്റ്റേജ് 1 എക്സാം. അപ്പോൾ എന്തായാലും 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻ എക്സാൻവൈയിലെ ഫൗണ്ടേഷൻ ബാച്ചിലുള്ളതുകൊണ്ട് തന്നെ അവരുടെ ബുക്കും പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എക്സാൻവേ ലേണിംഗിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതും NSMC പോലെയുള്ള കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുന്ന വിവിധ കോമ്പറ്റേറ്റീവ് എക്സാംസിനുള്ള കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ സയൻസും മാത്സും, നമ്മൾ സയൻസും മാത്സും ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് സ്കൂളിലുള്ള ഒരു ബോർഡ് എക്സാമിനേക്കാളും അപ്പുറത്ത് അഡ്വാൻസ് ലെവലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇത്തരത്തിലുള്ള എക്സാംസിന് യൂസ്ഫുൾ ആണോ ശരിക്കും? കാരണം ഞാൻ 9th ഇങ്ങനെ ഓരോ എക്സാംസ് ഒക്കെ എഴുതാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഒരു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇതേത് പാടാന്ന് പോലും തിരിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ തന്നെയാണല്ലോ, നമ്മളെ പോലെയുള്ള സ്കൂളിൽ തന്നെയാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്, പിന്നെ എങ്ങനെയാ കിട്ടുന്നതെന്ന് ആലോചിക്കാറുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും വൈഡ് ഏരിയാസിൽ നമുക്ക് ഓരോ ടോപ്പിക്കിലും പഠിക്കാൻ പറ്റുന്നു, അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെ മനസ്സിലായത്. നമ്മൾ മാത്തമാറ്റിക്സിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നിങ്ങനെ 3 ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ 1 ചെയ്ത് നോക്കാം, ലെവൽ 2 പ്രോബ്ലം ചെയ്ത് നോക്കാം, അതും കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ലെവൽ 3 ചെയ്ത് നോക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെയാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെഹ്റ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, റോൾ മോഡൽ ആയിട്ടുള്ളത് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലെ റോൾ മോഡൽ എന്നല്ല, ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആയിട്ടുള്ളത് ലതീത മാം ആണ്. എന്തുകൊണ്ടാണ് ലതീത മാം ഫേവറേറ്റ് ആവാൻ കാരണം? പൊതുവെ എഞ്ചിനീയറിംഗില് പൊതുവെ ആണുങ്ങളാണ്, ആൺകുട്ടികളാണ് പൊതുവെ തിളങ്ങാറുള്ളത്. അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ എനിക്ക് എഞ്ചിനീയർ ആവണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ലതിത മാമിന് എക്സാമിൽ വന്ന ശേഷം ലതിത മാമിനെയൊക്കെ കണ്ട ശേഷമാണ് അപ്പം ഗേൾസിനും പറ്റുന്നതാണ് ഇത് എന്ന് എനിക്ക് ഒരു തോട്ട്. അതെ, തീർച്ചയായിട്ടും. പിന്നെ IIT-യിൽ എത്തണം എന്നൊക്കെ തോന്നിയത് ലതിത മാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കാണുന്ന ഗേൾസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊക്കെ IIT-കളിലും NIT-കളിലൊക്കെ എത്താൻ പ്രത്യേക റിസർവേഷൻ വരെ ഉണ്ട്. 20% സൂപ്പർ ന്യൂമറി സീറ്റ്സ് വരെ നിങ്ങൾക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. IIT മാത്രമല്ല, IIIT-കൾ പോലെയുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഗേൾസിന് പ്രത്യേക റിസർവേഷൻ ഉണ്ട്. നിങ്ങളൊന്ന് പഠിച്ച് സ്മാർട്ടായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ JEE തന്നെ ആയിരിക്കും. അപ്പോൾ JEE എക്സാമിൽ തിളങ്ങാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. സെഹ്റയെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മെൻഡി ക്വിസുകളിലൊക്കെ കാണാറുണ്ട്. നമ്മൾ മെൻഡി ക്വിസ് നടത്തുന്നതും രസകരമായിട്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാനാണ് പഠിപ്പിക്കുന്നത്. അതായത് ചെറിയ സമയം കൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഉണ്ടാകുന്ന രൂപത്തിലുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് മെൻഡി ക്വിസിൽ കുറച്ച് രസകരമായിട്ട് കുട്ടികളെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈൻസിലൊരു പ്ലാറ്റ്ഫോമാണ് മെൻഡി ക്വിസ്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ടീം മൊത്തമായിട്ട് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടിനായിട്ട് കൂടെ ഉണ്ടാകും. ഉഷാറാക്കാം. താങ്ക് യു.